അങ്ങനെ ചുരുക്കം പറഞ്ഞ കൊച്ചിനിപ്പോ അവകാശങ്ങൾ കുറെ ആയി അല്ലേ? നമ്മുടെ പാവം ഹോമിയോ ഔട്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് പതിവാ. എന്തായാലും കൺസീവ് ആയല്ലോ. നാട്ടിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി. പനി പിന്നെ തുടങ്ങിയോ? ഇല്ല. എന്നാ ശരി. പോ. എന്താ പറ്റിയ? ഓക്കെ അല്ലേ? കിടക്ക്. എടീ രാജമ്മ അവിടെ ഇല്ലേ? ആളനക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നീയൊന്നും അറിഞ്ഞിട്ടേ? നകുലന്റെ ഒക്കെ പൊട്ടിയാ പോലൂ. പൊട്ടിയാ? ആ ഓക്കാ. ഓക്ക് എവിടുന്നത് കിട്ടിയേ? അതിന് നമ്മളെ നാട്ടിൽ ആരും ഇല്ലല്ലോ പൊട്ടി പിടിച്ചേ. എവിടുന്നാമോ കിട്ടീനി? കുഞ്ഞിക്ക് ജീവൻ വെക്കുന്ന സമയ. പഠിച്ചോനെ, പള്ളിയിൽ കുഞ്ഞില്ലപ്പോ പൊട്ടി പിടിച്ചാ കുഞ്ഞി പോകുന്ന ഉറപ്പല്ലേ? എനിക്ക് രാജമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോ ഓളെങ്ങനെയാ സഹിക്കുക എന്റെ റബ്ബേ. ഓക്ക് നല്ലോണം ഉണ്ടാ? നീ പോയിനാടാ? എനക്കവിടെ പോവാല. പണ്ടനക്ക് വന്നോണ്ട് ഇനി വരൂലോ. എനക്കും വന്നിനി. ഇനി പോകുമ്പോ ഞാനും വരും. ഇത് വന്നതിന് ഞാൻ എന്താക്കില്ല നകുലേട്ട. നമ്മ ശ്രദ്ധിക്കാനിട്ടാന്ന് പറഞ്ഞ അമ്മ കുറെ ചീത്ത പറഞ്ഞു. ഈ അമ്മാറൊന്നും കാര്യാക്കണ്ട. ഈ രാജ ഡോക്ടറിന്ന് വിളിച്ചോക്ക്. നകുലേട്ട, ഇത് വന്നോണ്ട് നമ്മളെ കുഞ്ഞിക്ക് എന്തെങ്കിലും. കുഞ്ഞിക്കെന്ത് സംഭവിക്കാനടി? നീ ലേറ്റാക്കാൻ ഡോക്ടറിന്ന് വിളിക്കും. ഹലോ ഡോക്ടറെ, ഞാൻ ശാലിനിയാണ്. പറഞ്ഞോ. ഡോക്ടർ, എന്റെ കയ്യിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട്. അത് ചിക്കൻ ബോക്സ് ആകുമെന്ന് ചെറിയൊരു സംശയം. ശാലിനി ഒരു കാര്യം ചെയ്യ്. ആ പൊന്തിയ ഭാഗം ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക്. ഞാൻ നോക്കിയിട്ട് പറയാം. പെട്ടെന്ന് അയച്ചോ. ഓക്കെ ഡോക്ടർ, ഞാൻ വിളിച്ചോളാം. ശരി. എന്താ കാണിച്ച? അയച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം അറിഞ്ഞിനി. എല്ലാരും പറയുന്ന അലച്ചു പോകുന്നു. ചെയ്ത വഴിപാടെല്ലാം വെറുതെ പോവാനെ. അതിനിത് നാട്ടുകാരെന്നല്ലല്ലോ തീരുമാനിക്കണം, ഡോക്ടറല്ലേ? എന്നാ ഞാൻ ഓളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകും. അമ്മ, ഇത് സാധാരണ അസുഖമൊന്നുമല്ലല്ലോ, ചിക്കൻ ബോക്സ് അല്ലേ? ഓള് ഡോക്ടർ വിളിച്ച കാര്യം പറഞ്ഞ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഡോക്ടറാണ്. ആ ഡോക്ടർ. രാജമ്മേ, വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ആരും ഇല്ല. വരുന്നുണ്ട് നിങ്ങളുടെ ചങ്ങായിമാര്. വെറുതെ വേണ്ടാത്ത ആരെങ്കിലും പറഞ്ഞു ഓള് കരയിച്ചിന്റെ സ്വഭാവം മാറൂട്ടാ. ഒന്നും മിണ്ടാണ്ടി. ഒരു കേക്കും ഒരു കേട്ട എനിക്ക് എന്തെന്ന് ഇപ്പൊ? ആ അല്ലപ്പാ, എന്തെന്നാ ഈ കേക്കുന്ന്? ഓർത്തു ശാലിനി ഓളകത്ത് ഡോക്ടറോട് സംസാരിക്കുന്ന. ചായ എടുക്കാം. നീ അവസ്ഥയിൽ നിൽക്കുമ്പോ നമുക്ക് രണ്ടാക്കും ഒരു ഇറ്റ് വെള്ളം ഇറങ്ങുമോ രാജമ്മേ? ഡോക്ടറെ, ഇത് വന്നോണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? അതുകൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഒരു 10-13 ദിവസം കഴിയുമ്പോൾ കുരുക്കളൊക്കെ അങ്ങ് കരിഞ്ഞു പൊക്കോളും. ഇതല്ലേ ഓർത്തിക്കും ടെൻഷൻ അടിക്കാതെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കേ. ഈ സമയം അമ്മ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രത്തോളം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഹാപ്പി ആവും. പിന്നെ കാർട്ടൂൺസ്, സോങ്സ്, ചെറിയ തോതിലുള്ള ഡാൻസ്, ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. ആ ഏടുന്ന കിട്ടിയെന്ന് ആർക്കറിയാം. വന്നപാടെ പനിക്കുന്നു. നോക്കുമ്പോണ്ട് കയ്യിൽ പൊന്തിന്. അതിന് ഇനി വിഷമിക്കണ്ട. നകുലൊരു ചാലിനും ചെറുപ്പമല്ലേ, അതങ്ങ് പോയാ പോട്ട്. നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു എന്റെ കുഞ്ഞ് അലസി പോകുന്നേ? ശാലിനി അകത്ത് പോ. അമ്മൊന്നും മിണ്ടാണ്ടിരിക്കമ്മേ. മോളെ, നമ്മള് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞല്ലേ. എന്റെ കുഞ്ഞ് അലസി പോന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കല്?
ഇവരിപ്പോ ഇവിടെ ഇറങ്ങിക്കൊള്ളണം, ഇല്ലെങ്കിൽ നകുലേട്ട ഞാൻ ഇവിടെ ഇറങ്ങും. ഇവളെ വായിലിരിക്കുന്ന കാക്കാനോ അമ്മ വന്നിന് എനിക്ക് എടുക്കുന്ന കഷ്ടം. ചിലപ്പോ ഓള് ചായ കാച്ചി കളിയുമ്പ വെറുതെ അല്ല നീ ഇങ്ങനെ ആയിന്. ആദ്യം എന്റെ സ്വഭാവം നന്നാവണം. നിന്റെ പൊയ്ത്തം നീ എന്തിനാ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ നിൽക്കുന്നത്? മനുഷ്യന്റെ മനസ്സമാനങ്ങളായിട്ട് മനസ്സമാധാനം പോവാനിടെ ഒന്നും ഉണ്ടായിട്ടില്ല നകുലേട്ട. ഡോക്ടർ പറഞ്ഞൊന്നും പേടിക്കാനില്ലാന്ന്. വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് അസുഖം മാറുന്നവരെ സന്തോഷത്തോടെ നിൽക്കാനാ പറഞ്ഞത്. അതിനിടയിൽ എന്റെ കുഞ്ഞലസി പോകുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കില്ലേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? കുഞ്ഞിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിന്. കൃഷ്ണ കാത്തോട്ടെ.